വിശദമായ വാർത്തകളിലേക്ക്. രാജ്യത്ത് GST പരിഷ്കാരം നിലവിൽ വന്നു. 4 സ്ലാബുകളിലായിട്ടുണ്ടായിരുന്ന നികുതി നിരക്ക് 2 സ്ലാബുകളാക്കി മാറ്റിയതോടെ സാധനങ്ങൾക്ക് വില കുറയും എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം. അതേസമയം GST നിരക്ക് കുറച്ചെങ്കിലും സംസ്ഥാനത്ത് നിത്യോപയോഗ സാധനങ്ങൾക്കുൾപ്പെടെ വിലക്കുറവ് പ്രാബല്യത്തിലായിട്ടില്ല. തിരുവനന്തപുരത്ത് നിന്ന് സനിസ ശോഭാചന്ദ്രനും കൊച്ചിയിൽ നിന്ന് സിബി ജോസും കോഴിക്കോട് നിന്ന് ടി അനീസ് സലീമുണ്ട്. ആദ്യം സനിസയിലേക്ക്. സനിസ, ഇത് പ്രാബല്യത്തിൽ വന്ന സമയം മുതൽ ഏത് തരത്തിലായിരിക്കും വിപണിയിൽ ഇത് പ്രതിഫലിക്കുക? വ്യാപാരികൾക്ക് ഒപ്പം തന്നെ ഗുണഭോക്താക്കൾക്ക് ഏത് തരത്തിൽ ഇത് ഗുണം ചെയ്യും എന്നൊക്കെയുള്ള ചർച്ചകളായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. നമ്മുടെ വിപണികൾ പറയുന്നത്, ഇല്ലെങ്കിൽ അവിടെ ഏത് തരത്തിലാണ് ഈ GSTയിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം പ്രതിഫലിക്കുന്നത്? ധന്യ, 2 സ്ലാബുകളായി ചുരുങ്ങുമ്പോൾ, ഈ 5-18 സ്ലാബുകളായി സ്ലാബുകളായി ഇത് ചുരുങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ 90% ഉപയോഗ സാധനങ്ങൾ അടക്കമുള്ളവയ്ക്ക് 90% സാധനങ്ങൾക്കും വില കുറയാനുള്ള സാധ്യതയാണ്. ഇത് വിപണിയെയും മറ്റ് എല്ലാ മാർക്കറ്റുകളെയും ബാധിക്കും. ഇപ്പോൾ തന്നെ ഈ ഒരു പരിഷ്കരണം നിലവിൽ വന്നതോടുകൂടെ തന്നെ അത് ട്രേഡിംഗ് മാർക്കറ്റിനെയും ഒക്കെ ബാധിച്ചിട്ടുണ്ട്. അങ്ങനെ വൈൽഡായിട്ട് ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റുകളിലും ഇത്തരത്തിൽ നിത്യോപയോഗ സാധനങ്ങളുടെ ഒക്കെ വില മാറും. സംസ്ഥാനത്തും ഈ വിജ്ഞാപനം പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. അത്തരത്തിൽ ഇവിടെ ഇപ്പോൾ മുൻപേ ഈ മാർക്കറ്റുകളിൽ ഈ നിത്യോപയോഗ സാധനങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ ചാല മാർക്കറ്റിലാണുള്ളത്. ഇവിടെയുള്ള കച്ചവടക്കാരൊക്കെ ഒരു ആകുലത പറയുന്നുണ്ട്. അവർ മുൻപേ ഉള്ള തുകയുടെ പണത്തിന്റെ ഇതിലാണ് സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത്തരത്തിൽ ഈ ഒരു പുതിയ പ്രാബല്യത്തിൽ വന്ന GSTയിലെ മാറ്റം കൊണ്ട് തന്നെ ഈ സാധനങ്ങൾക്കൊക്കെ വില കുറയും. അത്തരത്തിൽ വിൽക്കേണ്ടി വരുന്നത് വലിയ നഷ്ടമാണ് സംസ്ഥാനങ്ങൾക്ക് ഉണ്ടാക്കാൻ പോകുന്നത്, മാർക്കറ്റുകൾക്ക് ഉണ്ടാക്കാൻ പോകുന്നത്, കച്ചവട ഉടമകൾക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത്തരത്തിൽ സംസ്ഥാനങ്ങളുടെ ഈ ഒരു നഷ്ടം നികത്താൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് ധനമന്ത്രിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏത് തരത്തിൽ ഈ ഒരു നഷ്ടം നികത്താനാകുമെന്ന് അറിയില്ല. അത്തരം ഒരു കൺഫ്യൂഷൻ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് അതിൽ ഇടപെടുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. പക്ഷേ ഈ ഒരു മാറ്റം, ഈ ഒരു പരിഷ്കരണം ഈ ഗുണഭോക്താക്കൾക്ക് ഒരു ഇരട്ടി ലാഭം തന്നെയാണ്. ഗുണഭോക്താക്കളെ സംബന്ധിച്ചായിരിക്കും ഇത് ഒരു നല്ലൊരു കാര്യമായിട്ട് മാറുക. അത്തരത്തിൽ സാധാരണക്കാർക്ക് ഒരു വലിയൊരു മാറ്റമുണ്ടാകും. ഇപ്പോൾ നമുക്കൊരു വ്യാപാരിയോട് തന്നെ ചോദിക്കാം, ഇത്തരം ഒരു മാറ്റം എങ്ങനെ ബാധിക്കുമെന്ന്. പഴയ തുകയിലാണ് സ്റ്റോക്കുകൾ വാങ്ങിവെച്ചിട്ടുള്ളത്. ഈ ഒരു മാറ്റത്തെ എങ്ങനെ കാണുന്നു? ഇത് ബാധിച്ചു തുടങ്ങിയിട്ടില്ല. ഇനി വരും ദിവസങ്ങളിലേ അത് അറിയാൻ പറ്റത്തുള്ളൂ. നമ്മളിത് ഈ വിഷയത്തെ കുറിച്ച് നമ്മളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ അത് പ്രതിഫലിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്തരത്തിൽ സാധനങ്ങൾ വില കുറച്ച് വിൽക്കേണ്ടി വന്നാൽ എങ്ങനെ അതിനെ നേരിടും? അത് വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം അത് പ്രതികൂലമായിട്ടായിരിക്കും ബാധിക്കുക. ഇവിടെ സാധനം മേടിക്കാൻ വരുന്നവർ ഈ വിലക്കുറവിനെ പറ്റിയൊക്കെ പറയുന്നുണ്ടോ? അവരും ഇതേപോലെ ആശങ്കപ്പെടുന്നുണ്ട്. അവരും റീറ്റെയിൽ കച്ചവടക്കാർ ഒരുപാട് പേര് വരുന്നുണ്ട്. അവർക്കും വിലക്കയറ്റത്തിന്റെ ഒരു പ്രോബ്ലം അവരും പറയുന്നുണ്ട്. പക്ഷെ അത് ശരിക്കും അങ്ങനെ ബാധിക്കുന്നുള്ള കാര്യം വരും ദിവസങ്ങളിലെ കൂടുതൽ വ്യക്തമാവുള്ളൂ. നിങ്ങൾ ഈ സാധനങ്ങൾ ഹോൾസെയിൽ ആയിട്ടായിരിക്കുമല്ലോ എടുക്കുന്നത്. അവരുമായിട്ടുള്ള നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനിൽ എന്തൊക്കെയാണ്? ഈ വിലകളിൽ മാറ്റം വരുമല്ലോ, പഴയ സ്റ്റോക്കിന്റെ കാര്യങ്ങളൊക്കെ. അതിപ്പം അടുത്ത ദിവസങ്ങളിലാണല്ലോ ഈ ഒരു പ്രോബ്ലം വന്നത്. അപ്പൊ ഇനിയിപ്പോ അത് കൂടുതൽ ചർച്ചയാവുന്നതേ ഉള്ളൂ. ഇപ്പൊ സ്റ്റാർട്ടിംഗ് ആണ്. ഇപ്പൊ എല്ലാവരും ആശങ്കയിലാണ് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം. വരും ദിവസങ്ങളിലേ കൂടുതൽ വ്യക്തമാവുള്ളൂ. അത്തരത്തിൽ ധന്യ, സാധാരണ ജനങ്ങൾക്ക് ഈ വിലക്കുറവ്, നിത്യോപയോഗ സാധനങ്ങൾക്കടക്കമുള്ള വിലക്കുറവ് നല്ലൊരു കാര്യമായിട്ട് മാറുമ്പോൾ തന്നെ ഇവിടെ കച്ചവടക്കാർക്ക് വലിയൊരു ആശങ്കയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഏത് തരത്തിൽ ഇവർ വലിയ രീതിയിൽ ഹോൾസെയിൽ ആയിട്ടാണ് സാധനങ്ങൾ വാങ്ങിക്കുക. അവരോടുള്ള ഒരു കമ്മ്യൂണിക്കേഷനിൽ ഏത് തരത്തിൽ പഴയ സ്റ്റോക്ക് എത്തരത്തിൽ വിൽക്കണം, അതുപോലെ ഇനി എടുക്കാൻ പോകുന്ന സ്റ്റോക്കിന്റെ വില, ഈ നമ്മുടെ സംസ്ഥാന GST വകുപ്പ് തന്നെ ഇത്തരത്തിൽ ഈ മാറ്റം, വസ്തുക്കൾക്ക് വരുന്ന മാറ്റം, സാധനങ്ങൾക്ക് വരുന്ന തുകയിലെ മാറ്റം എങ്ങനെ കണക്ക് കൂട്ടാമെന്ന തരത്തിലൊക്കെ അത് പരിശോധിക്കാനൊക്കെ നിർദ്ദേശം നൽകിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അത്തരത്തിൽ മാർക്കറ്റിൽ ഈ ഒരു പരിഷ്കരണം ഒരു ആശയക്കുഴപ്പം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ പൊതുജനങ്ങളെ സംബന്ധിച്ച് ഇതൊരു നല്ല കാര്യം തന്നെയാണ്. ചേട്ടാ, ഇടത്തരം വാഹനങ്ങൾക്കൊക്കെ ഈ പുതിയൊരു GST നയം വന്നിട്ടുണ്ടല്ലോ, പരിഷ്കരണം വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഇടത്തരം വാഹനങ്ങൾക്കൊക്കെ വിലക്കുറവുണ്ട്, കാറിനൊക്കെ. അതിനൊക്കെ എങ്ങനെ നോക്കിക്കാണുന്നു? ഇവിടെ ജോലി ചെയ്യുന്നത് എന്റെ വാർത്ത ഒന്നും കാണുന്നില്ല.
അതെ, ഈ ഒരു സാധാരണക്കാർക്ക് ഈ GST വന്ന ഈ പരിഷ്കരണവും കാര്യങ്ങളൊക്കെ മനസ്സിലായി വരുന്നേ ഉള്ളൂ. ഇപ്പോൾ തന്നെ ഈ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രാബല്യത്തിൽ വന്നെന്ന് പറഞ്ഞാൽ പോലും മാർക്കറ്റിൽ ഇത് എത്തരത്തിൽ നടപ്പിലാകും എന്ന ഒരു കാര്യത്തിൽ ഇപ്പോഴും ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ്. അത്തരത്തിൽ വലിയ രീതിയിൽ ഇതിലൊരു ചേട്ടാ ഈ GSTയിൽ വന്ന പരിഷ്കരണം അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോ ഈ വില കുറയും സാധനങ്ങൾക്ക്, നിത്യോപയോഗ സാധനങ്ങൾക്കാണ് വില കുറയാൻ പോകുന്നത്. നിങ്ങളെ എങ്ങനെ ബാധിക്കും? എങ്ങനെയാണ് ബാധിക്കും? നമ്മുടെ ഭരണകൂട താത്തു വരുമ്പോൾ നമ്മൾ താത്തു കൊടുക്കാൻ തന്നെ പറ്റും. ഓ, ഇവിടെ പാലുൽപ്പന്നങ്ങൾ അങ്ങനെയൊന്നുമില്ല. ഓക്കെ, അതെ. ഇത്തരത്തിൽ പാല്, വെണ്ണ, നെയ്യ്, അതുപോലെ അത്തരം ഉൽപ്പന്നങ്ങളുടെ വിലയാണ് വലിയ രീതിയിൽ കുറയാൻ പോകുന്നത്. അതുപോലെ ആഡംബര വസ്തുക്കൾ, ലോട്ടറി, അത്തരം വസ്തുക്കളുടെയൊക്കെ ഇലക്ട്രിക് വാഹനങ്ങൾ, 40 ലക്ഷത്തിന് മുകളിലുള്ള കാറുകൾ, ഇവയുടെയൊക്കെ വില കൂടുന്നതായിരിക്കും. അത്തരത്തിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വിലയാണ് ഈ സ്ലാബുകൾ 2ആയി ചുരുങ്ങുന്നതോടെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലയാണ് വലിയ രീതിയിൽ കുറയാൻ പോകുന്നത്. അത്തരത്തിൽ ശരി, സനിസ തുടരാം. ആ കാര്യത്തിൽ പലർക്കും പല തരത്തിലുള്ള സംശയങ്ങളുണ്ട്. സിബി കൂടി ചേരുന്നുണ്ട്. സിബി, നികുതി കുറയ്ക്കുന്നത് നല്ല കാര്യമൊക്കെയാണ്. അതിന്റെ നേട്ടം വലിയ കമ്പനികൾക്കായിരിക്കും. കാരണം കാര്യമായിട്ടുള്ള പഠനമൊന്നും ഇല്ലാതെയാണ് ഈ GST പരിഷ്കരണം കേന്ദ്രം നടത്തിയത് എന്നൊരു അഭിപ്രായം ധനമന്ത്രി പോലും നമ്മളോട് പങ്കുവച്ചതാണ്. അപ്പം എന്തൊക്കെ ആശങ്കകളാണ് ഈ വ്യാപാരികൾക്കും ഒപ്പം തന്നെ സാധനങ്ങൾ വാങ്ങാൻ എത്തുന്ന ആളുകൾക്കും ഉണ്ടാകുന്നത്?